നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ഞെട്ടലുണ്ടാക്കുന്ന അറസ്റ്റാണ് ഇന്നലെ ഉണ്ടായത്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രിയോ, പോറ്റിയെ കയറ്റിയത് തന്ത്രിയോ, ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. അതോ പ്രതിപക്ഷം പറയും പോലെ ഇനിയുമുണ്ടോ വമ്പൻ ഷ്രാവുകൾ? ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് അന്വേഷണ സംഘം. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കളം പിടിക്കുകയാണ് പാർട്ടിയും നേതാക്കളും. വാർത്തയിലേക്കൊക്കെ വിശദമായി വരാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവര് തിരുവനന്തപുരം സബ് ജയിലിൽ. മറ്റന്നാൾ കസ്റ്റഡി അപേക്ഷ നൽകാൻ അന്വേഷണ സംഘം. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. മുഖ്യപ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും നീക്കം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമത്തിനു പകരമുള്ള VBG റാംജി നിയമത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ഇന്ന്. ജില്ലാ കേന്ദ്രങ്ങളിൽ സത്യഗ്രഹ സമരം നടത്തും. നാളെ മുതൽ 29 വരെ പഞ്ചായത്ത് തല പ്രതിഷേധം. കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി സൗമൻ സെൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കണ്ണൂർ അയ്യൻകുന്നിൽ ഭീതി പരത്തിയ കടുവ പിടിയിൽ. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ട കടുവയെ വയനാട് വന്യജീവി സങ്കേതത്തിലെത്തിക്കും. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ഇനി 4 ദിവസം മാത്രം. മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ 30,000 പേർക്ക് മാത്രം. സ്പോട്ട് ബുക്കിംഗിലും നിയന്ത്രണം. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 3 വിക്കറ്റ് വിജയം. ഇന്ന് UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കി SIT. തന്ത്രി കണ്ഠരര് രാജീവർക്കായി തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. EDയും മുഖ്യപ്രതി അടക്കം ഉള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രനുണ്ട്. ദേവിക, നിർണായക അല്ലെങ്കിൽ ഞെട്ടലോടുകൂടിയുള്ള അറസ്റ്റാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഉത്തരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. ഇനിയും വമ്പൻ സ്രാവുകൾ ഉണ്ടോ എന്നതടക്കമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അപ്പോഴും ഈ തന്ത്രിയെ അറസ്റ്റിലാവുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഒരു നിർണായക അറസ്റ്റാണ് ഇന്നലെ കണ്ടത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നു, പെട്ടെന്ന് അറസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഗൂഢാലോചന നടത്തി, ആചാര ലംഘനങ്ങൾ നടത്തി എന്നൊക്കെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നത്. വിവരങ്ങൾ എന്താണ്? കൂടുതൽ അന്വേഷണം എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ? ദേവിക. തീർച്ചയായിട്ടും അശ്വതി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലേക്ക് ഓരോ ദിവസവും എത്തുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവരെ SIT ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്തത്. ഈ തന്ത്രി ഈ ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരം, അതായത് ഈ ചട്ടങ്ങൾ പ്രകാരം ദേവസ്വം ബോർഡിന്റെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിന് തത്തുല്യമായിട്ടുള്ള റാങ്കിലുള്ള വ്യക്തിയാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവർ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം മുതൽക്ക് തന്നെ തുടക്കത്തിൽ ഇത്തരത്തിൽ ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെയൊക്കെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. അപ്പോഴെല്ലാം ഇവർ പറഞ്ഞത് ഈ താന്ത്രിക വിധി പ്രകാരം ദൈവത്തിന്റെ അനുജ്ഞ തേടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യമാണ്. പക്ഷെ അതിനുശേഷം അനുജ്ഞ താങ്കൾ നൽകിയിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരമാണ് ഇത്തരത്തിൽ ഈ കട്ടിളപ്പാളികളുടെ സ്വർണം കടത്തിയ കേസിലാണ് നിലവിൽ 13ാം പ്രതിയായി ഇദ്ദേഹത്തെ ഇത്തരത്തിൽ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരമാണ് ഈ കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതും. അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന കാര്യമാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവരെ പറഞ്ഞത്. പക്ഷേ SIT അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് തന്ത്രി എന്ന് പറയുന്നത് ഈ ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന് തുല്യമായിട്ടുള്ള റാങ്കിലുള്ള വ്യക്തിയാണ്. തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ
ആണ് ഇത്തരത്തിൽ താന്ത്രിക വിധികളൊന്നും ഇതിൽ പാലിച്ചിട്ടില്ല, പാടെ തകർന്നിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് SIT റിപ്പോർട്ടിലൊക്കെ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ അനുമതിയില്ലാതെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം ദേവസ്വം ബോർഡിനെ പരാതിയായി അറിയിക്കുക എന്നുള്ള കർത്തവ്യമുണ്ട്. അത്തരത്തിലുള്ള നിയമ നടപടികളോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഈ തന്ത്രി കടന്നിട്ടില്ല എന്നുള്ളത് കുറ്റകരമായ മൗനാനുവാദം, ഇത്തരത്തിലൊരു വലിയ സ്വർണ്ണ കള്ളക്കടത്തിനൊപ്പം നിന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് SIT ഉള്ളത്. ആ ഒരു കേസിലാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് തന്ത്രി വഴിയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. 2006, 2007 കാലഘട്ടത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം തന്നെയാണ് പിന്നീട് വളർന്നതും ശബരിമലയിലേക്ക് പോറ്റിക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നതും. അപ്പോൾ ഇത്തരത്തിൽ ഈ പോറ്റിയെ ഈ സ്വർണ്ണപ്പാളികൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ മൗനാനുവാദം കൊടുത്തതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ലാഭം തന്ത്രി കണ്ഠരര് രാജീവരന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം SITക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനാണ് തിങ്കളാഴ്ച ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. 13-ാം തീയതി തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇതിന് സമാന്തരമായി EDയും അന്വേഷണം കടുപ്പിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് ഇത്തരത്തിൽ ED കേസ് അന്വേഷിക്കുന്നത്. കൂടുതൽ പ്രതികൾ, അതും തന്ത്രി കണ്ഠരര് രാജീവരെ പോലെയുള്ള പ്രധാനികൾ ഇത്തരത്തിൽ ഈ കേസിന്റെ ഭാഗമാകുമ്പോൾ SIT പ്രതി ചേർത്തിട്ടുള്ള എല്ലാ പ്രതികളെയും പ്രതി ചേർത്തുകൊണ്ട് തന്നെയാണ് EDയും കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ആകെ ഇത്തരത്തിൽ നഷ്ടം വന്നിട്ടുള്ള സ്വത്ത് വകകളുടെ മൂല്യം കണക്കാക്കി ഈ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കവുമായാണ് ED മുന്നോട്ട് പോകുന്നത്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ EDയും കോടതിയെ സമീപിക്കും. അശ്വതി. ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ EDയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു അന്വേഷണത്തിൽ എന്നുള്ളതാണ്. തന്ത്രിയുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സുകളുടെ ഉറവിടം അന്വേഷിക്കണം, അല്ലെങ്കിൽ ഈ പണമൊക്കെ എങ്ങനെയാണ് വന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ED അന്വേഷിക്കുന്നുണ്ട്. അത് എല്ലാ പ്രതികളുടെയും കാര്യങ്ങൾ അത്തരത്തിൽ അന്വേഷിക്കും എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റും വ്യക്തമാക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ്. തിങ്കളാഴ്ച എന്തായാലും കോടതിയെ സമീപിക്കും. തീർച്ചയായിട്ടും ഈ ശബരിമലയിൽ ആകെ ഉണ്ടായിട്ടുള്ള ഈ വസ്തുക്കളുടെ നഷ്ടമായിട്ടുള്ള സ്വർണത്തിന്റെ ഈ കണക്ക് എടുക്കുക എന്നുള്ളതാണ് EDക്ക് മുൻപിലുള്ള പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയവയുടെ മൂല്യം കണക്കാക്കുകയും എല്ലാ പ്രതികളുടെയും വസ്തുവകകളിൽ നിന്നും ഈ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുകയുമാണ് ഇപ്പോൾ EDക്ക് മുൻപിലുള്ള ലക്ഷ്യം. SIT പല ഘട്ടങ്ങളിലായി പല പ്രതികളെയും ഈ പേരിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, പ്രതി ചേർത്തിട്ടുണ്ട്. അത്തരത്തിൽ SIT പ്രതി ചേർത്ത എല്ലാ പ്രതികളെയും EDയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ഈ SIT കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. 2019 നടന്ന ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസാണ് ED പരിഗണിക്കുന്നതെങ്കിലും 2025 വരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും EDയുടെ അന്വേഷണ പരിധിയിൽപ്പെടും. അശ്വതി. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് SIT. തന്ത്രി കണ്ഠരര് രാജീവർക്കായി തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. EDയും മുഖ്യപ്രതി അടക്കം ഉള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കുന്നുണ്ട്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുകയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമത്തിനു പകരമുള്ള VBG റാംജി നിയമത്തിനെതിരെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ സത്യഗ്രഹ സമരം നടത്തും. നാളെ മുതൽ 29 വരെ പഞ്ചായത്ത് തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. പുതിയ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി റാലികളും ധർണകളും സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. 8-ാം തീയതി മുതലാണ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് സമരങ്ങൾ ആരംഭിച്ചത്. സമരങ്ങളുടെ തുടർച്ചയായി ഫെബ്രുവരി 1-ന് രാജ്യവ്യാപക പ്രതിഷേധവും 4 മേഖലാ റാലികളും സംഘടിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പരീക്ഷകൾ കുട്ടികളിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതായി രക്ഷിതാക്കൾ. ക്രിസ്മസിന് മുൻപായി നടന്ന പരീക്ഷയിൽ +2 മാത്സ് പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങൾ കുട്ടികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ തവണ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളിൽ പലർക്കും നിസ്സാര മാർക്കുകളാണ് ലഭിച്ചത്. ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്ന് വ്യക്തമാക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഇത്തവണത്തെ സയൻസ് മാത്സ്, കൊമേഴ്സ് മാത്സ് പരീക്ഷാ പേപ്പറുകളാണ് വിദ്യാർത്ഥികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത്. ഉത്തരങ്ങൾ അറിയാമായിരുന്നെങ്കിലും ചോദ്യങ്ങൾ വ്യക്തമാകാതിരുന്നതിനാൽ കുട്ടികൾക്ക് കൃത്യമായി ഉത്തരമെഴുതാൻ കഴിഞ്ഞില്ലെന്ന് എറണാകുളത്തെ വിവിധ സ്കൂളുകളിലെ PTA പ്രസിഡന്റുമാർ ആരോപിച്ചു. ഇത്തവണ നടന്ന പരീക്ഷയിൽ യഥാർത്ഥത്തിൽ നടന്നത് കുട്ടികൾക്ക് ഉത്തരം അറിയാമായിരുന്നു, പക്ഷേ ചോദിച്ച ചോദ്യം മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് വലിയ പ്രശ്നം കുട്ടികളിലുണ്ടാവുന്നു. കേരളമെമ്പാടും 10,000-കണക്കിന് കുട്ടികളാണ് ഇത്തവണ മാത്സിന് തോറ്റിട്ടുള്ളത്. നിലവിൽ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിന് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനൊരു ബ്ലൂ പ്രിൻ്റ്
ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകാറുണ്ടായിരുന്നു. ഇത്തവണ ആ ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അധികാരികൾ അത് കൃത്യമായിട്ട് പൊതുസമൂഹത്തിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. ഇത്തവണയും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അധികൃതർ വ്യക്തമാക്കണം. +2 അവസാന പരീക്ഷയ്ക്ക് 1 മാസം മാത്രം ബാക്കി നിൽക്കെയുണ്ടായ പരാജയം കുട്ടികളിൽ മാനസിക സമ്മർദ്ദത്തിന് കാരണമായെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. റിസൾട്ട് വന്നതിന് ശേഷം വളരെ പാനിക്കാണ്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളും കുഞ്ഞിന് പഠിക്കാൻ പറ്റുന്നില്ല. റിസൾട്ട് വളരെ മോശമാണ്. നന്നായിട്ട് പഠിക്കുന്നതാണ് എൻ്റെ മോള്. അവൾക്ക് 10 മാർക്കാണ് കിട്ടിയേക്കുന്നത്. രാപ്പകലില്ലാതെ ഇരുന്ന് പഠിക്കുന്ന കുട്ടി, നല്ല മാർക്ക് കിട്ടിയ കുട്ടി 10 മാർക്കും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മിസ്സുമാരുടെ അടുത്ത് മിസ്സിനെ ഒരു പാരൻറ്റ് വിളിച്ചിട്ട് മിസ്സ് ഫോൺ എടുക്കുന്നില്ല. മിസ്സുമാർക്കും ഒന്നും പറയാനില്ല കുട്ടികളോട്. ആദ്യ വർഷത്തെ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളാണ് ഇപ്പോൾ നിസ്സാര മാർക്കുകൾ നേടിയിരിക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പുതിയ പരീക്ഷണങ്ങളാണ് ഇതിന് ഇടവരുത്തിയതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഫസ്റ്റ് ഇയർ മാത്സ് എക്സാമിന് ആൾ ഫുൾ മാർക്ക് മേടിച്ച ഒരാളാണ്. ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞപ്പോൾ ആൾ ഈ പറഞ്ഞ പോലെ ഈ ജസ്റ്റ് പാസിനടുത്തുള്ളൊരു മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. വളരെ മാനസികമായിട്ട് തളർന്ന നിലയിലാണ് ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പുള്ളി ഈ പറഞ്ഞ പോലെ അപകൽ പഠിക്കുന്ന രീതിയിലുള്ളൊരു കുട്ടിയാണ്. ഇംപ്രൂവ്മെന്റ് പരീക്ഷകളും ഫൈനൽ എക്സാമിനൊപ്പം നടത്തുന്നത് കുട്ടികളിൽ അമിതഭാരമാണ് ഉണ്ടാക്കുന്നത്. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് പുനഃപരിശോധന നടത്തണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി. കണ്ണൂർ അയ്യങ്കുന്നിൽ ഭീതി പരത്തിയ കടുവ പിടിയിലായിട്ടുണ്ട്. പാലത്തിൻകടവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ഇന്നലെ 4 പശുക്കളെ കൊന്ന കടുവയാണ് കുടുങ്ങിയത്. ഇന്നലെ രാത്രിയോടെയാണ് വനപാലകർ കൂട് സ്ഥാപിച്ചത്. 10 വയസ്സ് തോന്നിക്കുന്ന കടുവയെ വയനാട് കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ വിളിച്ച സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം ഇന്നാണ്. വൈകിട്ട് 3 മണിക്കാണ് യോഗം ചേരുക. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ യോഗത്തിൽ പങ്കെടുക്കും. ഈ മാസം 28 മുതൽ ഏപ്രിൽ 2 വരെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ഈ മാസം 29 സാമ്പത്തിക സർവേ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇരുസഭകളിലും അവതരിപ്പിക്കും. 2 ഘട്ടങ്ങളായി നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയും 2ാം ഘട്ടം മാർച്ച് 9 ആരംഭിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നതിനാൽ സംസ്ഥാനങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് കേന്ദ്ര ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വീണ്ടും കേന്ദ്ര സർക്കാരിന് മുൻപിൽ സംസ്ഥാനം ഉന്നയിക്കും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സൗമിൻ സെൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയം നൽകിയ ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയതോടെയാണ് സൗമിൻ സെൻ കേരള ഹൈക്കോടതിയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരെ ലോക് ഭവനിലേക്ക് ക്ഷണിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇന്ന് വൈകുന്നേരം ലോക് ഭവനിൽ കൂടിക്കാഴ്ചയും ചായ സൽക്കാരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ കൗൺസിലർമാർക്കുമാണ് ക്ഷണം. എല്ലാ അംഗങ്ങളും പങ്കെടുക്കും. ഇതാദ്യമായാണ് കൗൺസിലർമാർക്ക് ഗവർണറുടെ സൽക്കാരം ഒരുക്കുന്നത്. കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഗവർണറുടെ ക്ഷണം ഉണ്ടായത്. ഗാനഗന്ധർവൻ KJ യേശുദാസിന് ഇന്ന് 85ാം പിറന്നാൾ. പ്രിയ ഗാനഗന്ധർവന് ആശംസകളുമായി ആരാധകരും സംഗീത സിനിമാ ലോകവും. 85 വയസ്സായെങ്കിലും ആ ശബ്ദമാധുര്യം ഇന്നും ചെറുപ്പമാണ്. അമൃത TVയുടെ ആശംസകളും അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. മലയാളിയുടെ സംഗീത സങ്കല്പത്തിന്റെ പേരാണ് KJ യേശുദാസ്. മണ്ണിലേക്കിറങ്ങി വന്ന ഗന്ധർവൻ. പ്രണയത്തിനും വിരഹത്തിനും ഇത്രയേറെ സംഗീത സൗന്ദര്യമുണ്ടെന്ന് നമ്മെ പാടി പഠിപ്പിച്ച ഗാനഗന്ധർവൻ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനത്തോടെ സിനിമാ ലോകത്തിൽ യേശുദാസ് യുഗത്തിന് തുടക്കമായി. 1960 ആരംഭിച്ച് 6 പതിറ്റാണ്ടും പിന്നിട്ട് നീളുന്ന സംഗീത സപര്യ. വികാരങ്ങളെ അതുപോലെ ആവാഹിച്ചു പാടി. ഭാഷയുടെ അതിരുകൾക്കപ്പുറം
ആരാധകരും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. പത്മവിഭൂഷൺ, പത്മഭൂഷൺ അടക്കം നൽകി രാജ്യം ആദരിച്ചു. 8 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം. സംസ്ഥാനങ്ങൾ നൽകിയത് അതിലും എത്രയോ ഏറെ. ദൈവത്തിനു പോലും ഉറക്കുപാട്ട് സമ്മാനിച്ച ആ ശബ്ദത്തിന് അതിലും വലിയ പുരസ്കാരം ഇനി ലഭിക്കാനുണ്ടോ? സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി. തലമുറകൾ വ്യത്യാസമില്ലാതെ ആസ്വാദകരുടെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവുമെല്ലാം സംഗീത സുരഭിലമാക്കിയ ഗാനഗന്ധർവന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് സംഗീതലോകം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പ്രിയപ്പെട്ട ദാസേട്ട, അങ്ങയുടെ അനശ്വര സ്വരമാധുരി ഇനിയുമേറെക്കാലം തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ലൈഫ് ആൻഡ് ലിംബ് എന്ന സംഘടനയുടെ കൈത്താങ്ങിൽ 41 പേർ ശാരീരിക പരിമിതികളെ മറികടന്ന് മറ്റുള്ളവർക്കൊപ്പം നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോട്ടയത്ത് ലൈഫ് ആൻഡ് ലിംബ് സംഘടിപ്പിച്ച പരിപാടിയിൽ കാലുകൾ നഷ്ടപ്പെട്ട 41 പേർക്ക് കൃത്രിമ കാലുകൾ വെച്ചു നൽകി. സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2ാമത് കൃത്രിമ കാൽ വിതരണമായിരുന്നു ഇത്. സന്തോഷ്, അഹാബ്, അജിം, അമ്പിളി, അനീഷ് അങ്ങനെ അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടവരും പ്രമേഹം മൂലം കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നവരുമൊക്കെയായി മൊത്തം 41 പേർ. വിധിയേൽപ്പിച്ച പ്രഹരത്തിൽ പകച്ചുപോയ ഇവർക്ക് മുന്നിൽ ലൈഫ് ആൻഡ് ലിംബ് സഹാനുഭൂതിയുടെ കരങ്ങൾ നീട്ടിയപ്പോൾ ഇവർ ഇനി വീണിടത്തു നിന്നും എഴുന്നേറ്റ് നടക്കുകയാണ്, തങ്ങളെ മറികടന്നു പോയവർക്ക് ഒപ്പമെത്താൻ. ലൈഫ് ആൻഡ് ലിംബ് സംഘടനയുടെ കൃത്രിമക്കാൽ വിതരണത്തിൻ്റെ 2ാം ഘട്ടമാണ് കോട്ടയത്ത് നടന്നത്. ഇരുകാലുകളും ഉറപ്പിച്ച് ചവിട്ടി നിൽക്കാനായവരുടെ സന്തോഷിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഞങ്ങളെ ജീവിതത്തിലേക്ക് പിടിച്ച് നടത്തിയ ബഹുമാനപ്പെട്ട ശ്രീ ജോൺസൺ സാമുവൽ സാറിനെയും കുടുംബത്തെയും ഈ ലൈഫ് ആൻഡ് ലിംബ് ടീമിനെയും എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. 2014 മുതൽ എല്ലാ വർഷവും കാലില്ലാത്തവർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകി വരുന്ന ലൈഫ് ആൻഡ് ലിംബ് ഇതുവരെ 344 ആളുകളെ തിരികെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഓട്ടോബൈക്ക് എന്ന ജർമ്മൻ കമ്പനിയുടെ കൃത്രിമ കാലുകളാണ് വെച്ച് നൽകുന്നത്. അമേരിക്കൻ മലയാളിയായ ജോൺസൺ സാമുവലാണ് ലൈഫ് ആൻഡ് ലിംബിൻ്റെ അമരക്കാരൻ. കോട്ടയം ഈരയിൽക്കടവിലെ ആൻസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഉദ്ഘാടനം ചെയ്തു. സഹജീവിയുടെ കണ്ണീരപ്പാൻ കഴിയുന്നതിലും വലിയ സേവനമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് മറ്റൊന്നും കാക്ഷിച്ചിട്ട് കാര്യമില്ല. സ്വർഗവും രാജ്യവും ഒക്കെ എന്തിന്? നമ്മുടെ കൂടപ്പിറപ്പുകളുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നുവെങ്കിൽ, അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാൻ കഴിയുന്നുവെങ്കിൽ അതിൽ പരം വലുതായിട്ട് എന്താണുള്ളത്? അതാണ് നാം ചെയ്യേണ്ടുന്നത്. ഇത് പറയുകയല്ല, പ്രസംഗിക്കുകയല്ല, അത് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ മഹാത്മ്യം. സംവിധായകൻ ബ്ലസി, മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, മുൻ MLA രാജു എബ്രഹാം, MV ജയഡാലി, വർഗീസ് മാമൻ, പോൾ കറുകപ്പള്ളി തുടങ്ങിയവർ കൃത്രിമക്കാലുകൾ സ്വീകരിച്ചവർക്ക് സ്നേഹ ഉപഹാരങ്ങളും കൈമാറി. ലൈഫ് ആൻഡ് ലിംബിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത അപേക്ഷകരിൽ നിന്നുമാണ് അർഹരായ 41 പേരെ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കോട്ടയം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മകരവിളക്കിന് ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു. മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ 30,000 പേർക്കും മാത്രമാണ്. സ്പോട്ട് ബുക്കിങ്ങിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തു നിന്നും വിവരങ്ങൾ രജിത്ത് നൽകും. രജിത്ത്, ഈ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയാകുന്നത്. വലിയ ഭക്തജന തിരക്കാണ് ഈ മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും വലിയൊരു ഭക്തജന തിരക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, മകരവിളക്കിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 4 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിശോധനകളടക്കം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ മരാമത്തും എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പരിശോധനകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 30,000-ഓളം അയ്യപ്പ ഭക്തർക്ക് മാത്രമാണ് മകരവിളക്ക് ദിവസം ബുക്കിംഗ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ
സന്നിധാനത്തെത്തി ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ പ്രധാനമായും സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരൊക്കെയും തന്നെ മകരവിളക്ക് ദർശിക്കുന്നതിനായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. 2 ദിവസം മുമ്പ് തന്നെ, പലപ്പോഴും 2 ദിവസം മുമ്പ് തന്നെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുകയും വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരുടെ വരവ് കൂടുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യമുള്ളത്. വെർച്വൽ ക്യൂ ബുക്കിങ്ങിനും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിനും നിയന്ത്രണം കർശനമായി തന്നെ പാലിക്കാനാണ് ദേവസ്വം ബോർഡും പോലീസും നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റു വകുപ്പുകളുടെ ഏകോപനങ്ങൾ പരിശോധിക്കുന്നതിനായി നേരത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പുതിയ ബാച്ച് പോലീസ് സേനയൊക്കെ ഇന്നലെ തന്നെ ചുമതലയേറ്റിരുന്നു. ഇവർ തന്നെയാണ് ഇനി മകരവിളക്ക് സമയത്തും ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാവുക. ഒപ്പം തന്നെ കേന്ദ്ര സേനയടക്കം വിവിധ സേനകളുടെ നേതൃത്വത്തിലുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ, NDRF ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ട്. ഇവരെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും മകരവിളക്കിനും ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ അടക്കം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ വളരെ വേഗത്തിൽ ദർശനം നടത്തി തിരികെ മടക്കി അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. ഏകദേശം 70ഓളം അയ്യപ്പ ഭക്തർ 1 മിനിറ്റിൽ 18ാം പടി ചവിട്ടിയാൽ മാത്രമാണ് ശബരിമലയിൽ വലിയൊരു തിരക്കില്ലാതെ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടരുന്നത്. നേരത്തെ സൂചിപ്പിച്ച 30,000-ഓളം പേർക്ക് മാത്രം ബുക്കിംഗ് അനുവദിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത് ആ ഒരു കണക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നിലവിൽ കൂടുതൽ അയ്യപ്പ ഭക്തർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം 82,000-ഓളം അയ്യപ്പ ഭക്തരാണ് എത്തിയത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം 95,000-ഓളം അയ്യപ്പ ഭക്തരായിരുന്നുവെങ്കിൽ അതിന് മുന്നത്തെ ദിവസം 99,000-ഓളം അയ്യപ്പ ഭക്തരായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നലെ ദർശനം നടത്തിയ അയ്യപ്പ ഭക്തരുടെ എണ്ണം 82,000-ഓളം അയ്യപ്പ ഭക്തർ മാത്രമാണ്. അത് വളരെ താഴേക്ക് അയ്യപ്പ ഭക്തരുടെ എണ്ണം പോകുന്നുണ്ട്. എന്തുതന്നെയായാലും കർശനമായ നിയന്ത്രണങ്ങളിലൂടെ തന്നെയാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പോലീസും ദേവസ്വം ബോർഡും കരുതുന്നത്. ശരി, സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ 30,000 പേർക്ക് മാത്രമാണ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിങ്ങിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് സന്നിധാനത്തു നിന്നും രജിത്ത് നൽകിയത്. മൈലോമ ചികിത്സാ രംഗത്തെ വിദഗ്ധർ അണിനിരക്കുന്ന ഇന്ത്യൻ മൈലോമ കോൺഗ്രസിന് അമൃത ആശുപത്രിയിൽ പ്രൗഢഗംഭീരമായ തുടക്കം. അമൃത സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലാർ മെഡിസിൻ വിഭാഗം ഡീൻ പ്രൊഫസർ ശാന്തികുമാർ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൈലോമ ചികിത്സാ രംഗത്തെ ഭാവി പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2030 സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന രാജ്യാന്തര സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. മൈലോമ രോഗത്തിന്റെ ചികിത്സയിലും ഗവേഷണത്തിലും ആഗോളതലത്തിലുണ്ടാകുന്ന പുരോഗതികൾ ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ മൈലോമ കോൺഗ്രസിനാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ തുടക്കമായത്. ജനുവരി 9 മുതൽ 11 വരെ നീണ്ടു നിൽക്കുന്നതാണ് സമ്മേളനം. രാജ്യാന്തര തലത്തിൽ പ്രശസ്തരായ മൈലോമ വിദഗ്ധരുടെ പങ്കാളിത്തമാണ് സമ്മേളനത്തിന്റെ പ്രധാന പ്രത്യേകത. അസ്ഥിമജ്ജയിലെ പ്ലാസ്മ കോശങ്ങളെ ബാധിക്കുന്ന അർബുദ രോഗമാണ് മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ ചികിത്സയിലെ മാറുന്ന സമീപനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. അമൃത സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലാർ മെഡിസിൻ വിഭാഗം ഡീൻ പ്രൊഫസർ ശാന്തികുമാർ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മൈലോമ അക്കാദമിക് ഗ്രൂപ്പ് അഥവാ ഇമേജ് പ്രസിഡന്റ് ജനറൽ ഡോക്ടർ വേലു നായർ, സെക്രട്ടറി ഡോക്ടർ ഉദയ് യാനമന്ത്ര, സംഘാടക സമിതി അധ്യക്ഷനും അമൃത ആശുപത്രി ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗ മേധാവിയുമായ ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഗവേഷണ പ്രബന്ധങ്ങളും പുതിയ അറിവുകളും ഷെയർ ചെയ്യുന്നതിനും ചർച്ചകൾ നടത്തുന്നതിനുമാണ് ഈ മൈലോമ കോൺഗ്രസ് നടത്തുന്നത്. ഇന്ത്യൻ മൈലോമ അക്കാഡമിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. പുതിയ ട്രീറ്റ്മെൻറ്റുകളും കാർട്ടി സെൽ തെറാപ്പി, ബൈസ്പെസിഫിക് ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ ഒത്തിരി നൂതനമായ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചുള്ള ചർച്ചകളും വരും ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നതായിരിക്കും. മൈലോമ ചികിത്സാ രംഗത്തെ ഭാവി പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2030 സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. മൈലോമ ചികിത്സയിൽ ഇമ്മ്യൂണോതെറാപ്പി, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, അത്യാധുനിക രോഗനിർണയ രീതികൾ എന്നിവയിലുണ്ടായ മാറ്റങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ലോകപ്രശസ്ത മൈലോമ വിദഗ്ധരായ ഡോക്ടർ വിൻസെന്റ് രാജ്കുമാർ, ഡോക്ടർ ഷാജി കുമാർ, ഡോക്ടർ നിഖിൽ സി മുൻഷി തുടങ്ങി 15ഓളം രാജ്യാന്തര ഫാക്കൽറ്റികൾ സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മൈലോമ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബ്ലഡ് ക്യാൻസറാണ്. ആൻഡ് ഈ മൈലോമ നമ്മുടെ കൺട്രിയിൽ ഒരു 10 കൊല്ലം മുമ്പേ അത്ര അറിവില്ലായിരുന്നു ഇതിനെ പറ്റി. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി റെവല്യൂഷനസ് ആയി.
ആൻഡ് ഹെൽത്ത് നമ്മുടെ കേരള സ്റ്റേറ്റിൽ ആക്ച്വലി വൺ ഓഫ് ദ നമ്പർ 1 സ്റ്റേറ്റ്സാണ്. സോ ഐ തിങ്ക് റൈറ്റ് പ്ലേസ് ടു ഹാവ് ദിസ് 8th myeloma conference, and I think it's been a great conference. A lot of people from international and national people have attended, and we got nearly 500 delegates and students attending this conference. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സമ്മേളനം. ഞായറാഴ്ച സമ്മേളനം സമാപിക്കും. ഞായറാഴ്ച രാവിലെ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വിദഗ്ധ ഡോക്ടർമാരുമായി നേരിട്ട് സംവദിക്കാനുള്ള പ്രത്യേക സെഷനും കോൺഗ്രസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തുഞ്ചൻ ഭക്തി പ്രസ്ഥാന പഠന കേന്ദ്രത്തിന്റെ വ്യാസമഹർഷി പുരസ്കാരം അമൃത TV സീനിയർ പ്രൊഡ്യൂസർ GR ശ്രീദേവിക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ 470ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം നൽകിയത്. മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ K ദിലീപ്, ഇന്നത്തെ വ്യാപാരം എങ്ങനെയായിരിക്കും ആരംഭിക്കുക? നേട്ടത്തോടെ ആയിരിക്കുമോ? വിവരങ്ങൾ. വിപണിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും വിൽപ്പന തുടരുകയും വാരാന്ത്യം നഷ്ടത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് 2.5% നഷ്ടമാണ് മുൻനിര ഓഹരി സൂചികകളിൽ ഉണ്ടായത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും സമാനമായ രീതിയിൽ നഷ്ടം നേരിട്ടു. 2 ഘടകങ്ങളാണ് പ്രധാനമായും വിപണിയിലെ വിൽപ്പനയ്ക്ക് കാരണം. ഒന്ന്, ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതും അതിങ്ങനെ നീണ്ടുപോകുന്നതും വലിയ തോതിൽ ഒരു വിപണിയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു മറികടക്കണമെങ്കിൽ ഒരു തീരുമാനമുണ്ടായേ എന്നൊരു ഘട്ടത്തിൽ മാത്രമേ ഇനി വിപണിയിൽ അതിൻ്റെ ഒരു അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകൂ. അതിന് US-ൻ്റെ കോടതി വിധി നിർണായകം തന്നെയാണ്. അടുത്ത ദിവസം വരാനിരിക്കുന്ന കോടതി വിധി ട്രംപിന് ഇത്തരത്തിൽ ഏകപക്ഷീയമായി രാജ്യങ്ങളുടെ മേൽ താരിഫ് ഏർപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അതായിരിക്കും ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ തുടരുന്ന വിൽപ്പന വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ചെറുകിട നിക്ഷേപകരും വിപണിയിൽ ലാഭമെടുക്കൽ തുടരുക തന്നെയാണ്. ഈ ഘടകങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുന്നതാണ് ഇപ്പോഴത്തെ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. ആഗോള വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നേട്ടം ആവർത്തിക്കുകയും ചെയ്തു. എങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വിൽപ്പന തുടരുകയാണെങ്കിൽ മുൻനിര സൂചികയായി നിഫ്റ്റി 25,500 എന്നുള്ള നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഏറെയാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു പ്രധാനമായ ഒരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. അത് ഭേദിക്കുകയാണെങ്കിൽ 25,400ലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ബാങ്കിങ് ഓഹരികളിലും ഉള്ള ഒരു നിക്ഷേപ താല്പര്യവും പ്രധാനപ്പെട്ട തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുൻനിര ബാങ്കിങ് ഓഹരി HDFC ബാങ്കിൽ ഉള്ള വിൽപ്പന, അതുപോലെ തന്നെ മറ്റ് സൂചികയിൽ ഏറ്റവും സ്വാധീനമുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പന, ഇതെല്ലാമാണ് മുൻനിര ഓഹരി സൂചികയെ സാരമായി തന്നെ ബാധിച്ചിട്ടുള്ളത്. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ തുടങ്ങുന്ന വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ചെറുകിട നിക്ഷേപകർ വിപണിയിൽ ലാഭമെടുക്കുന്നതിലും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശങ്കയിൽ വിറ്റൊഴിയുന്നതുമാണ്. എന്തായാലും വരുന്ന ആഴ്ചയിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ് ഇനി ആഭ്യന്തര ഘടകമായി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അത് അടുത്ത ആഴ്ച മുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വന്നു തുടങ്ങും. അതിൻ്റെ ഒരു സ്വാധീനം കൂടി അനുകൂലമാവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു നിലവാരത്തിൽ നിന്നും നേരിയ തോതിൽ ഒരു നിക്ഷേപ താല്പര്യം കണ്ടേക്കാം. മറിച്ചാണെങ്കിൽ വിൽപ്പന സമ്മർദ്ദം തുടരാൻ തന്നെയാണ് സാധ്യത. മൈജിയുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മേളയായ മൈജി മഹാലാഭം സെയിലിന് കോഴിക്കോടും തുടക്കം. ജനുവരി 11 വരെ നടക്കുന്ന മഹാലാഭം സെയിലിലൂടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് മൈജി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കും റെക്കോർഡ് വിലക്കുറവാണ് മൈജി നൽകുന്നത്. പുതുവർഷത്തോടൊപ്പം ഷോപ്പിംഗും ആസ്വദിക്കാൻ മൈജി ഫ്യൂച്ചർ തൊണ്ടയാട് എപ്പിക് സ്റ്റോറിലാണ് മഹാലാഭം സെയിൽ ഒരുക്കിയിട്ടുള്ളത്. ജനുവരി 11 വരെയാണ് ഉപഭോക്താക്കൾക്ക് ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം ലഭിക്കുക. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, AC, TV, ഫ്രിഡ്ജ്, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ്, വാഷിംഗ് മെഷീൻ, ഗ്ലാസ് ആൻഡ് കോക്കറി, സ്മാർട്ട് വാച്ച്, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ എന്നിവ മഹാലാഭം സെയിലിലൂടെ വമ്പിച്ച വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മൈജി ഫ്യൂച്ചർ. ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഇഷ്ടോപകരണങ്ങൾ വാങ്ങാൻ മൈജിയുടെ സൂപ്പർ EMI സൗകര്യവും ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താം. സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടിലും അഡീഷണൽ ആയിട്ട് നമ്മൾ ഇപ്പം AC, അതേമാതിരി മൊബൈൽസ്, TV എടുക്കുന്ന പർച്ചേസിനൊക്കെ നമ്മൾ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്.
ആ ക്യാഷ് ബാക്ക് ഓഫേഴ്സിന് പുറമേ തന്നെ നമ്മളെ കാർഡ് EMIs കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതിൽ അഡീഷണൽ ആയിട്ട് ഡിസ്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് പുറമെ സമ്മാനങ്ങളും നേടി AC വാങ്ങാനുള്ള അവസരം ഒരുക്കുകയാണ് മഹാലാഭം സെയിൽ. കൂടാതെ റെഫ്രിജറേറ്റർ വാങ്ങുന്നവരെ ആകർഷകമായ ഓഫറുകളും കാത്തിരിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ എന്നിവയ്ക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് വൗച്ചറുകളും ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ സംരക്ഷണം നൽകുന്ന മൈജിയുടെ പ്രൊട്ടക്ഷൻ പ്ലാനും ഇവിടെ ലഭ്യമാണ്. പഴയതോ കേടുവന്നതോ ആയ ഏത് ഉപകരണങ്ങളും എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഉപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും മൈജി ഫ്യൂച്ചർ ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൊണ്ടി മുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രിയും അഭിഭാഷകനുമായ ആന്റണി രാജുവിനെതിരായ അച്ചടക്ക നടപടി ബാർ കൗൺസിൽ ഇന്ന് വൈകിട്ട് പരിഗണിക്കും. 3-അംഗ അച്ചടക്ക സമിതിയാണ് വിഷയം പരിഗണിക്കുന്നത്. ആന്റണി രാജുവിന് നോട്ടീസ് നൽകും. മുൻ മന്ത്രിയുടെ നടപടി ഗുരുതരമെന്നാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ. തൊണ്ടി മുതൽ കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചതോടെ MLA സ്ഥാനം നഷ്ടമായ ആന്റണി രാജുവിന്റെ അഭിഭാഷക പട്ടവും നഷ്ടമായേക്കും. നടപടികളുടെ ഭാഗമായി ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും ബാർ കൗൺസിൽ നോട്ടീസ് നൽകും. വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും നടപടികളിലേക്ക് ബാർ കൗൺസിൽ കടക്കുക. കേസിൽ 3 വർഷം തടവിനാണ് ആന്റണി രാജുവിനെ നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചത്. ഇടുക്കി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ICU ആംബുലൻസ് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയിട്ട് 2 മാസങ്ങൾ പിന്നിടുന്നു. ICU ആംബുലൻസിന്റെ സേവനം ആവശ്യമായ നിരവധി പേരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സ്വകാര്യ ആംബുലൻസ് സർവീസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. ഇടുക്കി കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ICU ആംബുലൻസാണ് 2 മാസത്തോളമായി വർക്ക്ഷോപ്പിൽ കിടക്കുന്നത്. വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗവുമായി ബന്ധപ്പെട്ടുണ്ടായ തകരാറാണ് കാരണമെന്ന് അധികൃതർ പറയുന്നു. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ എസ്റ്റിമേറ്റ് വർക്ക്ഷോപ്പിൽ നിന്ന് ആശുപത്രി അധികൃതർക്ക് നൽകണം. തുടർന്ന് ഈ എസ്റ്റിമേറ്റ് ആരോഗ്യവകുപ്പിലേക്ക് അയച്ച് തുക അനുവദിപ്പിക്കണം. ഈ നടപടികളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ ICU ആംബുലൻസ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 2-2.5 മാസക്കാലമായി ഈ ആംബുലൻസിന് പണി പൂർത്തിയാകാതെ വർക്ക്ഷോപ്പിൽ കിടക്കുന്നതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അടിയന്തരമായി നഗരസഭ ഇതിനകത്ത് ഇടപെടണം. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടൽ നടത്തണം. വളരെ അടിയന്തരമായി ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനും പാവപ്പെട്ട ആളുകൾക്ക് സൗകര്യപ്രദമായ നിലയിൽ ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്ന നിലയിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് അടിയന്തരമായി ഇടപെടണം. ICU ആംബുലൻസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിവർ. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റൊരു ആംബുലൻസ് ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോയി. 15 വർഷം കഴിഞ്ഞ വാഹനമാണിത്. തുടർന്നുള്ള നാളുകളിൽ ഈ ആംബുലൻസിന് ഫിറ്റ്നസ് ലഭിക്കുമോ എന്നും സംശയമുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. അമൃത വിശ്വവിദ്യാപീഠവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളായി കോഴിക്കോട് ഭവൻ സ്കൂളിലായിരുന്നു ക്വിസ് മത്സരം. 3 ടീമുകളാണ് ജില്ലയിൽ നിന്നും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത്. കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള സമർത്ഥരായ വിദ്യാർത്ഥികളാണ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. യോഗ്യതാ റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചായിരുന്നു വിദ്യാർത്ഥികൾ വേദിയിലേക്ക് കയറിയത്. അമൃത വിശ്വവിദ്യാപീഠവുമായി സഹകരിച്ച് ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ കോഴിക്കോട് ജില്ലാ ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി AUPS പന്തീരങ്കാവും GHSS പെരിങ്ങളവും കരസ്ഥമാക്കി. ജില്ലയിലെ 110ഓളം സ്കൂളുകളിൽ നിന്ന് 200ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ കോഴിക്കോട് ജില്ലയുടെ സബ് ജൂനിയർ വിഭാഗത്തിൽ AUPS പന്തീരങ്കാവിലെ അച്യുതസ് ഹരി അദാലിയത്തുൽ ടീമും, ജൂനിയർ വിഭാഗത്തിൽ GHSS പെരിങ്ങോളത്തിലെ ഹിരൺ B, സൂര്യദേവ് DS ടീമുമാണ് ജേതാക്കളായത്. ക്വിസ് മാൻ ഓഫ് കേരള സ്നേഹജ് ശ്രീനിവാസും ദീപകയുമാണ് മത്സരം നിയന്ത്രിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. അമൃത വിശ്വവിദ്യാപീഠവും ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനും ചേർന്ന് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ക്വിസ് മത്സരം ഈ മാസം 13-ന് ചൊവ്വാഴ്ച നടക്കും. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിലാണ് മത്സരം. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ശ്രദ്ധേയമായി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ വചനങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ. പുസ്തകോത്സവത്തിന്റെ അമൃത ബുക്സിന്റെയും അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെയും 2 പുസ്തകങ്ങൾ കൂടി നിയമസഭാ ഗ്രന്ഥശാലയുടെ ഭാഗമായി.
പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ അറിവിനെ ഉണർത്താനുള്ള ശക്തി ഗുരുവിന്റെ വാക്കുകൾക്കാണുള്ളത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായുള്ള അമൃത ബുക്ക് സ്റ്റോളിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മെ സ്വാഗതം ചെയ്യുന്നത് അമ്മയുടെ ഈ വചനമാണ്. പുസ്തകങ്ങൾ എന്നും നല്ല വഴികാട്ടികളാണ്. അക്ഷരോത്സവ വേദിയിൽ അമ്മയുടെ സന്ദേശങ്ങൾ അടങ്ങുന്ന ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. അമ്മയുടെ ശിഷ്യന്മാരും ഭക്തരും എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഫസ്റ്റ് ഇയറാണ് KLIBF നമുക്കൊരു സ്റ്റാൾ കിട്ടുന്നത്. അമ്മയുടെ ഉപദേശം ഉൾക്കൊണ്ട് ഹാർമോണിയസ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള അങ്ങനത്തെ മെസ്സേജസ് അമ്മയുടെ ഉള്ള ബുക്സാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്കുള്ളത്. അമ്മയുടെ സീനിയർ ഡിസൈപ്പിൾസ് എഴുതിയതാണ് ഒരുവിധം എല്ലാ ബുക്കുകളും. അമ്മയുടെ സീനിയർ ശിഷ്യന്മാർ സന്യാസിമാരും എഴുതിയ ബുക്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയത്. ചരിത്രശേഖരമായ നിയമസഭാ ഗ്രന്ഥശാലയിൽ ഇനി അമൃത ബുക്സിന്റെയും അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെയും 2 പുസ്തകങ്ങൾ കൂടി ഇടം പിടിക്കും. 100 വർഷത്തിന് മുകളിലായിട്ട് ഉള്ള കേരള നിയമസഭാ ലൈബ്രറിയിൽ നമ്മുടെ 2 ബുക്ക് സെലക്ട് ആയിട്ടുണ്ട്. ടീച്ചിങ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് അമൃത ബുക്സിൻ്റെയും സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ 2 ബുക്കും നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പം അത് അവരുടെ ലൈബ്രറിയിൽ ഇനി മുതൽ പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കും. ആത്മീയതയുടെ അന്തസത്ത മനസ്സിലാക്കാൻ ഉതകുന്നതും മഹാഭാരതം പോലെയുള്ള ബൃഹത് ഗ്രന്ഥങ്ങളെ ലളിതമായ ഭാഷയിൽ വിവരിക്കുന്ന പുസ്തകങ്ങളുമൊക്കെയായി വൈവിധ്യമുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലം പിടിച്ചെടുക്കാമെന്ന കോൺഗ്രസ് ലക്ഷ്യ ക്യാമ്പിലെ വിലയിരുത്തൽ സ്വപ്നം മാത്രമെന്ന് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA. മണ്ഡലത്തിനകത്ത് പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. ഉദുമ പിടിച്ചെടുക്കാൻ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള KPCC നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾ വിലപ്പോകില്ലെന്നും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ CPM ശക്തമായ നിലയിൽ തന്നെ അവരുടെ സിറ്റിംഗ് സീറ്റുകളെല്ലാം നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. കാഞ്ഞങ്ങാട് നഗരസഭ, നീലേശ്വരം നഗരസഭ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്ത് CPM അതിൻ്റെ കരുത്ത് കാട്ടി. മറ്റ് പഞ്ചായത്തുകൾ, പടന്ന ഉൾപ്പെടെയുള്ള ചില പഞ്ചായത്തുകളിലും UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ CPM ഭരണം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്നത് വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ വെച്ച് CPMന്റെ ശക്തി കേന്ദ്രമായ ഉദുമ പിടിച്ചെടുക്കുമെന്നൊരു പ്രസ്താവന KPCC നേതൃത്വം നടത്തിയിരിക്കുകയാണ്. ഇതിനെ ഏത് രീതിയിൽ CPM വിലയിരുത്തുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ രാജഗോപാലൻ MLA നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ? കഴിഞ്ഞ 30 വർഷത്തിലേറെ കാലമായി ശക്തമായ ഒരു മണ്ഡലമാണ് CPMന്റെ ഉദുമ. ആ ഉദുമ പിടിച്ചെടുക്കുമെന്ന ഒരു സംസ്ഥാന വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ബത്തേരിയിൽ സമാപിച്ച ലക്ഷ്യ ക്യാമ്പിൽ നിന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു? UDF നേതൃത്വത്തിൻ്റെ ആ ഒരു സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. കാരണം അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് അവർ മനസ്സിലാക്കേണ്ടത്. LDFന്റെ അടിത്തറ ചോർന്നു പോകാതെ സംരക്ഷിക്കാൻ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഈ ജില്ലയിലെ LDFന് കഴിഞ്ഞിട്ടുണ്ട്. 1. 2. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ജനവിധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലക്ഷ്യ ക്യാമ്പിലൂടെ KPCC അത് ഉന്നവിടുന്നതെങ്കിൽ തീർത്തും അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിലുപരി ഇത്തവണ UDF സ്വീകരിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്യന്തം അപകടകരമായിട്ടുള്ള വർഗീയതയുടെ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചില രാഷ്ട്രീയ സംഘടനകളുമായി യോജിച്ച് നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ്. അത് മതേതരവാദത്തെക്കുറിച്ച് സംസാരിക്കുന്ന UDFനെ സംബന്ധിച്ച്, അത് വിശേഷിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ അപകടകരമായിട്ടുള്ള ഒരു നിലപാടാണെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്ത രാഷ്ട്രീയം എന്നുള്ളത് 3 കാര്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ചത്. ഒന്ന്, കേരളത്തിൻ്റെ വികസനം തന്നെയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വികസന വിസ്മയമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനും അവരെല്ലാം അംഗീകരിക്കാനും കഴിയുന്ന ഒരു ഹൃദയവിശാലതയോടെയാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഉദുമ മണ്ഡലത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ദേലമ്പാടി പഞ്ചായത്ത് പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത്, CPMന്റെ ശക്തി കേന്ദ്രമായ ബേഡെടുക്കയിൽ 2 വാർഡുകളിൽ 48 വർഷങ്ങൾക്ക് ശേഷം വിജയമുണ്ടായി. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ അല്പം ക്ഷീണം സംഭവിച്ചിട്ടില്ലേ ഈ ഒരു കാര്യം പറയുമ്പോൾ മണ്ഡലത്തിനകത്തെ ചില പഞ്ചായത്തുകൾ ഇപ്പോൾ പുല്ലൂർപ്പെരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒപ്പത്തിനൊപ്പം എത്തിയെന്ന് പറയുമ്പോൾ ചിലയിടങ്ങളിൽ ചോർച്ച സംഭവിച്ചില്ലേ? ഇതായിരിക്കും അവർക്ക് പ്രതീക്ഷ നൽകുന്നത്. എങ്ങനെ തിരുത്തും?
അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിടത്തും തിരിച്ചടി സംഭവിച്ചിടത്തും ഞങ്ങൾ ആ യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഞങ്ങളാണല്ലോ ഇനി അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ച് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ ദുർബലതകളുണ്ടോ, വോട്ട് ഷെയറിൽ അല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോയിട്ടുണ്ടോ, അത് വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതുകൊണ്ടൊരു മാസ് ബേസിൻ്റെ അല്ലെങ്കിൽ അടിത്തറ ചോർന്നു പോയി എന്നുള്ളതിൽ ആ നിലയിൽ നമ്മൾ കാണേണ്ടതില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പാകുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടത് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വികസന പ്രവർത്തനങ്ങൾ ഷെയർ ചെയ്യുമ്പം അതോടൊപ്പം ജനങ്ങൾ നിൽക്കാനിടയുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് വികസന രാഷ്ട്രീയമോ തദ്ദേശ സ്ഥാപനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചോ മതനിരപേക്ഷതയെക്കുറിച്ചോ ഒന്നും പറയാതെ തീർത്തും ഒരു ഇത്തരം വർഗീയ കൂട്ടുകെട്ട് അല്ലെങ്കിൽ അത്യന്തം അപകടകരമായ ഒരു കോലീബി സഖ്യത്തിൻ്റെ തലത്തിലേക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ നീങ്ങിയില്ല. കോലീബി സഖ്യം പല പഞ്ചായത്തുകളിൽ നേളിച്ചു കയറിഞ്ഞു. പ്രത്യേകിച്ച് പൈവളിക ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ പുല്ലൂർ പെരിയ, ഇവിടെയെല്ലാം ക്ഷേമകാര്യ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് സഖ്യം രൂപപ്പെട്ട് വന്നു. അത് വോട്ടായി പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ഇതിനെ അങ്ങനെ തരണം ചെയ്യും? ഇതൊരു ഭീഷണിയായി മാറുന്നുണ്ടോ? അല്ല, ഇതിൻ്റെ രാഷ്ട്രീയം ജനങ്ങളോട് പറയും. അതുതന്നെയാണ് കോൺഗ്രസ് എന്നുള്ളത്. ഒരു മതേതര പാർട്ടിയല്ലേ, മഹാത്മജി നയിച്ച ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നയിച്ച പ്രസ്ഥാനമല്ലേ. സംഘപരിവാർ ശക്തികളുമായിട്ടുള്ള ഒരു ബാന്ധവത്തിലേക്ക് ഈ വർത്തമാനകാല ഇന്ത്യയിൽ ജനാധിപത്യ മതേതര ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം ജനങ്ങളുമായി ഷെയർ ചെയ്യും. അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. കായിക വാർത്ത. വനിതാ പ്രീമിയർ ലീഗ് ഉദ്ഘാടന മത്സരത്തിൽ മുംബൈയെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി ബംഗളൂരു. ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ RCB മുംബൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 6 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് മുംബൈ നേടി. മലയാളി താരം സജന സജീവനാണ് മുംബൈ നിരയിലെ ടോപ്പ് സ്കോറർ. 25 പന്തിൽ നിന്നും 45 റൺസാണ് സജന നേടിയത്. ബംഗളൂരുവിനായി നദീൻ ഡി ക്ലർക്ക് 4 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ RCBയുടെ നദീൻ ഡി ക്ലർക്ക് നേടിയ അർദ്ധ സെഞ്ചുറിയാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. നദീനാണ് കളിയിലെ താരം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ UP വാരിയേഴ്സ് ഗുജറാത്ത് ജെയിൻസിനെ നേരിടും. നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3 മണിക്കാണ് മത്സരം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ അനാസ്ഥ തുടരുകയാണ്. വീണ്ടും ചികിത്സാ പിഴവുണ്ടായിരിക്കുന്നു. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. നമസ്കാരം. നമ്പർ 1 ആരോഗ്യ കേരളം ഇത് എങ്ങോട്ട്? പറച്ചിലിൽ മാത്രം നമ്പർ 1 ആയിട്ട് എന്താണ് കാര്യം? അത് പ്രവൃത്തിയിലും വേണ്ടേ? ചികിത്സാ പിഴവിൽ മെഡിക്കൽ കോളേജ് പ്രതിക്കൂട്ടിൽ തന്നെ. നഷ്ടപരിഹാരവും റിപ്പോർട്ട് തേടലും കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ആരോഗ്യരംഗത്തിന് വീണ്ടും ക്ലീൻ ചിറ്റ്. നീതിപൂർവമായ നിഷ്പക്ഷമായ അന്വേഷണമാണ് വേണ്ടത്. സിസ്റ്റം എറർ ഇനിയും മാറിയിട്ടില്ല, ശരിയാകാനുണ്ട്. ആരോഗ്യരംഗം വെന്റിലേറ്ററിലോ? ഈ വിഷയമാണിന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. അമ്പിളി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ തന്നെയാണ് എന്നത് ഉറപ്പിക്കുകയാണ്. കാരണം ഓരോ ദിവസങ്ങളിലും ഓരോ പരാതികളും പരിഭവങ്ങളുമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ചികിത്സാ പിഴവുണ്ടായിരിക്കുകയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. ആ കുട്ടി അനുഭവിച്ച ദുരാവസ്ഥയാണ് നമ്മൾ ഇന്ന് തുറന്നു കാട്ടപ്പെടുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ മേഖല സാധാരണക്കാരായ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളോട് എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ആ മേഖല എത്രത്തോളം മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള സംഭവങ്ങൾ ഈ സമീപകാലത്തെല്ലാം നമ്മൾ പല സംഭവങ്ങളിലൂടെയും കണ്ടതാണ്. ഇപ്പോൾ അശ്വതി ചൂണ്ടിക്കാട്ടിയ പോലെ ഏറ്റവും അവസാനം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ഈ മാനന്തവാടിയിലെ ദേവി എന്ന് പറയുന്ന കുട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ 20-21 വയസ്സേ ദേവിക്കുള്ളൂ. അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ മാനന്തവാടി സർക്കാർ ഗവൺമെൻറ് കോളേജിലുണ്ടായിട്ടുള്ള ഒരു അനാസ്ഥയാണ്. അത് ഏകദേശം ഒരു 2 മാസത്തിനപ്പുറത്തേക്ക് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള ഒരു ദുരിത ജീവിതമുണ്ട്. പക്ഷേ ആ 2 മാസ കാലയളവിലും അവർ അനുഭവിച്ച അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴും ആ ആശുപത്രി അധികൃതരെ സമീപിക്കുമ്പോൾ അവിടുന്ന് അവർക്ക് വീണ്ടും ഒരു ദുരവസ്ഥയാണ് നേരിട്ടിട്ടുള്ളത്. പിന്നീട് അത് മാധ്യമങ്ങളിലൂടെ വാർത്തയാകുന്നു. അങ്ങനെയാണ്
ആരോഗ്യവകുപ്പ് അതിലൊരു നടപടി അല്ലെങ്കിൽ എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവ് പോലും ഉണ്ടായത്. ഇന്നിപ്പോൾ നമുക്കറിയാം ആരോഗ്യമന്ത്രി അതിലൊരു വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്താണോ സംഭവിച്ചത് അതിൽ നടപടി ഉണ്ടാകും, നഷ്ടപരിഹാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഈ പൊതുജനാരോഗ്യ മേഖല അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണോ എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നതാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒന്ന് ഈ ആരോഗ്യവകുപ്പാണ് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇപ്പം ദേവി മാത്രമല്ല, ഹർഷിനെ ആയാലും അല്ലെങ്കിൽ സുമയെ ആയാലും, ഒപ്പം നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് ഈ പാലക്കാട്ടെ ആ വിനോദിനി എന്ന് പറയുന്ന 9 വയസ്സുകാരിയായിട്ടുള്ള ആ കുട്ടിയുടെ ഒരു അവസ്ഥ. ഒരു കുഞ്ഞു ജീവിതം വളരെ ചെറുപ്പത്തിൽ തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയുണ്ടായി. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ആരോഗ്യ മേഖല ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. നമുക്കറിയാലോ, എല്ലാ ആളുകൾക്കും വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പൊതുജനാരോഗ്യ മേഖല അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ കേരളം അത്ര മോശമാണെന്ന് പറയാനും പറ്റില്ല. പക്ഷേ ഈ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ അല്ലെങ്കിൽ അവഗണന അല്ലെങ്കിൽ അശ്രദ്ധക്കുറവ്, നിരുത്തരവാദപരമായ സമീപനം കൊണ്ടൊക്കെ പലരുടെയും ജീവിതം തകരുകയും അല്ലെങ്കിൽ പിന്നീടുള്ള അവരുടെ ജീവിതം മുഴുവൻ ഒരു ദുരിതം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോവുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും അടുത്ത് പറയുകയാണെങ്കിൽ ഹർഷിന വീണ്ടും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ മാസം സമരത്തിനിരിക്കാൻ പോകുന്നൊരു സാഹചര്യമാണ്. കാരണം അവർക്ക് നീതി കിട്ടിയിട്ടില്ല, നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നാണ് പറഞ്ഞത്. ആ ആശുപത്രിയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ നഴ്സുമാർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കാൻ അവർക്ക് തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ സർക്കാർ എപ്പോഴും ഇരകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴൊക്കെ എന്ത് നടപടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുമയുടെ കാര്യം പറഞ്ഞു. സുമയും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നഷ്ടപരിഹാരത്തിനായി. അങ്ങനെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദുരിത അവസ്ഥകളാണ്. ആ വിനോദിനി എന്ന് പറയുന്ന കുട്ടിക്ക് ഇപ്പോൾ കൈ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമൃത ആശുപത്രിയിൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് ഉണ്ടായത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം ആരോഗ്യ മേഖല ഒരു അപകടാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് അവിടെ ചികിത്സയ്ക്കെത്തുന്ന രോഗികളോട് മാത്രമല്ല ഡോക്ടർമാർക്ക് സമൂഹത്തിനോട് കൂടി ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു അപകടമായ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും പല ആളുകളുടെയും ജീവിതം തന്നെ തകർന്നു പോകുന്ന അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർക്ക് ദുരിതം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അമ്പിളി, ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇത് വാർത്തയാകുമ്പോഴാണ് പൊതുജനം അറിയുന്നത്. ഇങ്ങനെ അറിയപ്പെടാത്ത എത്രയോ സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാം. എല്ലാ മെഡിക്കൽ കോളേജിലെ കാര്യമല്ല പറയുന്നത്, എങ്കിൽ പോലും ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം ആരോഗ്യരംഗം തീരെ മോശമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. കഴിഞ്ഞിടയിലാണെങ്കിൽ പോലും എറണാകുളത്ത് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടന്നു. അത് ഉത്തമ ഉദാഹരണമാണ്. ആരോഗ്യമായിട്ടുള്ള ഒരു ജനത എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ നട്ടെല്ല് തന്നെയാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ കടമയാണ്. നമുക്കറിയാം 1ാം പിണറായി സർക്കാരിന്റെ കാലത്തൊക്കെ ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് പോകുന്നത്. എൻ്റെ ഓർമ്മയാണെങ്കിൽ കോവിഡ് കാലമായിരുന്നു. അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് പോലും മാതൃകയാകാവുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി. പക്ഷേ 2ാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് ആകെ തകിടം മറിയുന്ന കാഴ്ചയാണ്. പക്ഷേ മാധ്യമങ്ങൾ പോലും ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ എപ്പോഴും ആരോഗ്യമന്ത്രി അടക്കം പറയുന്നത് സിസ്റ്റം എറർ എന്നുള്ളതാണ്. പക്ഷേ ആ സിസ്റ്റം എറർ ചൂണ്ടിക്കാണിക്കുമ്പോഴും അവർക്കെതിരെ നടപടിയെടുക്കുന്നു. അതിനും ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് ഉണ്ടായത്? അത് പരിഹരിക്കാനല്ല ശ്രമിച്ചത്, പക്ഷേ ആ ഉദ്യോഗസ്ഥനെ തഴയപ്പെട്ടു, സസ്പെൻഷനിലേക്ക് എത്തുന്നു. അങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളൊരു കാര്യം ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിഴവുണ്ട്, അവിടെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അത് അന്വേഷിച്ച് അത് പരിഹരിക്കുകയാണല്ലോ വേണ്ടത്. അതിൻ്റെ ഒരു മറുവശം തന്നെയാണ്. ഇപ്പോൾ അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുട്ടി ദേവി എന്ന് പറയുന്നത് 21 വയസ്സുകാരി, 21 വയസ്സ് മാത്രം പ്രായമുള്ള ദേവി ഒക്ടോബർ 20 അവർ ആശുപത്രിയിൽ പോകുന്നു, പ്രസവം കഴിയുന്നു.
പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് വയറുവേദന എടുക്കുകയാണ്. അപ്പം 2 തവണ ഈ കുട്ടി മാനന്തവാടി ആശുപത്രിയിൽ തന്നെ പോയി ഡോക്ടറെ സമീപിച്ചു. പക്ഷേ അപ്പോഴെല്ലാം അവർ പറയുന്നത് എന്താണ്, സ്കാനിംഗ് ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി എന്നുള്ള ഒരു ഒഴുക്കൻ ഉത്തരമാണ്, സാധാ ഉത്തരമാണ് പറയുന്നത്. പിന്നീട് ഈ വയറിൽ കുടുങ്ങിപ്പോയ തുണി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭയാനകമാണ് ആ കുട്ടി അനുഭവിച്ച വേദന അല്ലെങ്കിൽ മാനസിക സംഘർഷം. ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ എറർ എവിടെയാണ്? എപ്പോഴും ആരോഗ്യമന്ത്രി വന്ന് പറയുന്നത് സിസ്റ്റം എററാണ്, അല്ലെങ്കിൽ അന്വേഷിക്കട്ടെ, അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് തേടലിലൂടെ എല്ലാം കഴിഞ്ഞു എന്നാണ് ആരോഗ്യരംഗം മനസ്സിലാക്കുന്നത്. അതാണോ എന്ന് പോലും പലതരത്തിലുള്ള നടപടികളും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് എന്ത് ഒരു ശാശ്വതമായ പരിഹാരം ഇതിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നീതിക്കായി ഹർഷിന പോരാടുന്നു, സുമയ പോരാടുന്നു. ഇപ്പോൾ ഈ ദേവിയുടെ സംഭവം പറയുമ്പോഴാണ്, ഇപ്പോൾ നമ്മളൊരു സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ സാധാരണ എല്ലാ ആളുകൾക്കും വലിയ അത്യാധുനിക സജ്ജീകരണങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സിക്കാനോ അല്ലെങ്കിൽ പ്രസവം നടത്താനോ സാധ്യമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ ഉള്ള ഒരു സ്റ്റേറ്റ് അല്ല നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹർഷിനെ ആയാലും ഈ പ്രസവ ശസ്ത്രക്രിയക്കിടയിലാണ് ഈ കത്രിക കുടുങ്ങുന്നത്. 4-4.5 വർഷമാണ് അവർ ഒരു ദുരിത ജീവിതം അനുഭവിച്ചത്. അത് അവർക്ക് മാത്രമേ അവരുടെ ആ യാതന അറിയുള്ളൂ. ഇപ്പോൾ ദേവി, ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ഈ പ്രസവത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്നാണ് ഡോക്ടർമാരും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത്. അത്രത്തോളം ആളുകൾ വരുന്നുണ്ട്. നമ്മളൊരു സ്വകാര്യ ആശുപത്രിയിൽ എണ്ണി തിട്ടപ്പെടുത്തുന്നത് പോലെയല്ല. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ തന്നെ പലപ്പോഴും പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ പ്രസവം ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ വലിയ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും ഉണ്ടാവാറില്ല. കാരണം അത്രയ്ക്ക് ആളുകളാണ്, എല്ലാവരെയും അവർക്ക് വലിയ രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിക്കൊള്ളുന്നില്ല. ആ ദേവി തന്നെ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ മാത്രമല്ല ഇവിടെ പ്രസവിക്കുന്നത്, ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് പേരെ നോക്കാനുണ്ട് എന്ന് നേഴ്സുമാർ പറഞ്ഞു എന്ന് ദേവി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, ആരോ വന്നോട്ടെ, നിരവധി ആളുകളുണ്ടാവും, പക്ഷേ കൊടുക്കുന്ന ചികിത്സ വേണ്ടപ്പെട്ട മെച്ചപ്പെട്ട രീതിയിൽ കൊടുക്കുക എന്നത് തന്നെയല്ലേ ഇത്. ഈ വയറുവേദനയുമായിട്ട് ഈ കുട്ടി ചെല്ലുമ്പോൾ ഇതൊന്ന് സ്കാൻ ചെയ്യാൻ പോലും അവിടുത്തെ അധികൃതരോ ഡോക്ടർമാരോ തയ്യാറാകുന്നില്ല. ഈ വയനാട് മാനന്തവാടി സർക്കാർ മെഡിക്കൽ കോളേജിൽ ഈ ദേവിയുടെ സംഭവം മാത്രമല്ല, ഇതിനു മുമ്പും അവിടെ വലിയ രീതിയിലുള്ള അനാസ്ഥ നടന്നിട്ടുണ്ട്. ഹാഷിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് അയാളുടെ ജോലി പോലും നഷ്ടമായ സംഭവമുണ്ട്. അതായത് വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട് പോയിട്ട് വലത് കാലിലെ ഞരമ്പിന് പകരം മറ്റൊരു ഞരമ്പ് മുറിച്ചു മാറ്റി. സർക്കാർ ഈ ഡ്രൈവർ തസ്തികയിൽ ബന്ധപ്പെട്ട് സർക്കാർ PSC പരീക്ഷയിൽ 17ാം റാങ്കുകാരനായിരുന്നു അയാൾ. പക്ഷേ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് ജോലി പോയി. അതേപോലെ തന്നെ അതേ ഹോസ്പിറ്റലിലെ ജീവനക്കാരനാണ് ഗിരീഷ്. ഹെർണിയ ശസ്ത്രക്രിയ നടത്തിയിട്ട് അയാളുടെ മെയിൽ ഓർഗൻ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ പല ആളുകളുടെ ജീവിതമാണ് പാതി വഴിയിൽ സാധാരണ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് പോയിട്ട് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം. ഇതിലൊക്കെ എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ്. ഏറിപ്പോയാലൊരു സസ്പെൻഷൻ, ഡോക്ടർമാർക്ക് സസ്പെൻഷൻ അല്ലെങ്കിൽ നേഴ്സിന് സസ്പെൻഷൻ. ഇതിനപ്പുറത്തേക്ക് എന്ത് നടപടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ശിക്ഷയാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പം അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയയിൽ സർക്കാർ ജനറൽ ആശുപത്രി അതൊരു ചരിത്രപരമായ അഭിമാനകരമായ ഒരു നേട്ടമാണ്. പിന്നെ വർഷങ്ങളായില്ല നമ്മുടെ ഈ ശിശുമരണ നിരക്കൊക്കെ കുറയ്ക്കുന്നതിൽ നമ്മൾ ലോകത്തെ തന്നെ മാതൃകയാണ്, ഏറ്റവും മുന്നിലാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ നാണക്കേട്, അതായത് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്നതിന് ഒരു അപമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ. ഇത് ഒരു ആരോഗ്യമന്ത്രിയുടെ കുഴപ്പമോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ വകുപ്പിൻ്റേതോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ കുഴപ്പമല്ല. ശരിക്ക് രോഗിയോടും അതുപോലെ തന്നെ സമൂഹത്തിനോടും പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ, അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നട്ടെല്ലാണ്. അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലമാണ്. അതായത് അവഗണനയും അശ്രദ്ധയും നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ തക്കതായ അല്ലെങ്കിൽ കർശന ശിക്ഷാ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള സമീപനം മാറൂവെങ്കിൽ അത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം സമൂഹത്തിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്നത് സർക്കാർ ഹോസ്പിറ്റലുകളെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.
അതുതന്നെയാണ് അമ്പിളി. അതായത് സാധാരണപ്പെട്ട ആളുകളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. അല്ലാത്തവരും ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലും സാധാരണപ്പെട്ട ആളുകളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. ഈ ദേവിയുടെ കാര്യം പോലും എടുത്തു കഴിഞ്ഞാൽ അവർ അന്നന്ന് ജോലി ചെയ്ത് സമ്പാദിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അവരാണ് ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും വീണ്ടും കൂടുതൽ അവർ സങ്കീർണതയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ളവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ്. കാരണം വയനാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകേണ്ടത് കോഴിക്കോടാണ്. അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നത് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഒരു പനിക്ക് അപ്പുറത്തേക്ക് ഒരു ചികിത്സയ്ക്കും ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പോകാൻ കഴിയുന്നില്ല. ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല, അത്രത്തോളം ക്ഷാമമാണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യമന്ത്രി ആകട്ടെ, കേരളത്തിലെ ഉദ്യോഗസ്ഥരാകട്ടെ, അവരൊക്കെ പറയുന്നത് അങ്ങനെയല്ല. എല്ലായിടത്തും ചികിത്സ ലഭ്യമാണ്, മരുന്നിൻ്റെ കുറവൊന്നുമില്ല. അവിടെ തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അശ്വതി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രസവമായാലും മറ്റെന്ത് അസുഖങ്ങളായാലും നമ്മൾ എത്ര അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഹോസ്പിറ്റലിൽ പോയാൽ പോലും അവിടുത്തെ ഡോക്ടേഴ്സ് പോലും കൈയൊഴിഞ്ഞ കേസുകൾ പിന്നീട് പരിഗണിക്കപ്പെടുന്ന ഏക ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളാണ്. അതുകൊണ്ട് പൊതുജനാരോഗ്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സിന് രോഗികളോട്, സമൂഹത്തിനോട് അല്ലെങ്കിൽ ജനങ്ങളോട് വലിയ ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ അപകടാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും ഒരു വിചിത്രമായ സംഭവം എന്താണെന്ന് അറിയാമോ അമ്പിളി? ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതായത് ഈ കുട്ടിക്ക് ശസ്ത്രക്രിയ അല്ലെങ്കിൽ പ്രസവം കഴിയുന്നു, അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നു. ബ്ലീഡിങ് ഉണ്ടായപ്പോഴാണ് ഈ തുണി അവിടെ വെക്കുന്നത് എന്ന് പറയുന്നു. പിന്നീട് ഡോക്ടർ പറഞ്ഞൊരു വിചിത്ര മറുപടി എന്താണെന്നറിയാമോ? ഈ തുണി എടുക്കാൻ മറന്നുപോയി എന്നുള്ളത്. അപ്പോൾ കേവലം ഒരു നിസാരവൽക്കരിക്കുകയാണോ ഈ ഒരു ശസ്ത്രക്രിയ, അല്ലെങ്കിൽ ഒരു ആളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ജീവന് ഇത്രയും വിലയുള്ളൂ എന്നുള്ള ഒരു ചോദ്യത്തിനുമല്ലേ? അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ദുരിതം അനുഭവിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടപ്പോൾ 2 തവണയാണല്ലോ ഹോസ്പിറ്റലിൽ സമീപിച്ചത്. അപ്പോൾ പോലെങ്കിലും ഒരു വിശദമായ പരിശോധനയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ ഇതുപോലൊരു അവസ്ഥയിലേക്ക് ആ കുട്ടിക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീപനം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. 2 തവണ സ്കാനിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ പോലും അത് വേണ്ട, അങ്ങനെയല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നുള്ളതാണ്. ഇനിയെങ്കിലും ആരോഗ്യ കേരളം ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ഹർഷിന, സുമയ്യ, ദേവി ഒന്നും ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.